വിദ്യാഭ്യാസം ആരോഗ്യം കാർഷിക മേഖല ധനകാര്യം ഇൻക്ലാബ് സിന്ദാബാദ് ജെവിഎം സിന്ദാബാദ് ഇത് കടക്കണി വിമോചന മുന്നണി പറഞ്ഞൊരു സംഘടന ഉണ്ട്. അതിപ്പോൾ കേരളത്തിൽ 14 ജില്ലയിലുള്ളൊരു സംഘടനയാണ്. ആ സംഘടന ഇന്ന് നമ്മുടെ കേരള ബാങ്ക് ഇവിടെ കോഴിക്കോട് റീജിയണൽ ഓഫീസുണ്ട്, അതിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ 9,000 കുടുംബങ്ങളെ അവരിപ്പോൾ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം 17.5 ലക്ഷം ജപ്തിയാണ് നടക്കാൻ പോകുന്നത്. 9,000 കുടുംബങ്ങളെ കേരള ബാങ്ക് മാത്രം കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ ഒരു പ്രതിഷേധ ജാഥയുണ്ട്, പ്രതിഷേധ ധർണയുണ്ട്. അതാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രസിഡന്റ് ശ്രീ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അവരെ ഈ സമരം ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവർ ജപ്തിയിൽ നിന്നോ മറ്റുള്ള നിന്നോ പിന്തിരിയുന്നതൊന്നും തോന്നുന്നില്ല. കാരണം അവരുടെ സംസാര രീതി അങ്ങനെയാണ്. ഞങ്ങൾ 4 പേർക്ക് അവിടെ നിവേദനം കൊടുത്തു, അവരുമായി സംസാരിച്ചു. ഈ സംസാരത്തിലൊന്നും ഒന്നും അവർക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർ ജപ്തിയിൽ നിന്ന് പിന്തിരിയാകുന്നില്ല എന്നാണ്. ആയതുകൊണ്ട് നമ്മുടെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഈ സൂചന കൊണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു ശക്തമായ സമരമായിട്ട് ഇനിയും മുന്നിട്ടിറങ്ങുമെന്നാണ് പറയാനുള്ളത്. കടക്കണി വിമോചന മുന്നണിയെ ഒരു നിലയ്ക്കും അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഏത് രീതിയിൽ അവർ തെറ്റിച്ചു വന്നാലും നമ്മൾ അതിനെ ശക്തമായി നേരിടും. ശക്തമായി നേരിടുകയെങ്കിൽ ശക്തമായി പറയാൻ കഴിയും. സംഘടനയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പം ഈ രാജ്യത്തെ പ്രബുദ്ധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രബുദ്ധ രാഷ്ട്രീയക്കാരോ മറ്റ് സമുദായ സംഘടനകളോ ആരും എന്തു തന്നെ ആയിരുന്നാലും ഇവിടുത്തെ ഈ പാവപ്പെട്ടവര് ലക്ഷക്കണക്കിന് ആളുകളെ ജപ്തി ചെയ്യുമെന്നുള്ള ഭീഷണി ഇന്നും തുടരുകയാണ്. ഇന്നലെ വരെ ജപ്തി നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നവർ നാളെയും നടത്തുമെന്നുള്ള ഭീഷണി സ്ഥിരമാണ് അവരുടെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ സംഘടന ഈ സമരം ഈ സംസ്ഥാനത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും പറയുകയാണ് എങ്ങനെ കടം നൽകിയാൽ കടം വീട്ടണ്ടേ. ഞങ്ങൾ പറയുന്നു കടം എങ്ങനെ വന്നു, അതിനൊരു ഉത്തരം നിങ്ങൾ തരേണ്ടതാണ്. ഒരു സ്വമേധയ ഒരു കടക്കാരൻ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇവിടെ കോർപ്പറേറ്റ് തൊഴിലാളിമാരുടെ ഭരണകൂടം, ഇവിടെ സാധാരണക്കാർക്ക് ഒരു നിയമവും, ഇടത്തട്ടുകാർക്ക് വേറെ നിയമവും, പണക്കാർക്ക് വേറെ നിയമവും, 2 തരം പൗരന്മാരെ സൃഷ്ടിക്കും. 42 ലക്ഷം കോടി രൂപ ലോൺ സംഖ്യ മാത്രം എഴുതി തള്ളുകയും അതുപോലെ തന്നെ 25 ലക്ഷം കോടി രൂപ മറ്റിനത്തിലും എഴുതി തള്ളുകയുണ്ടായി. അവർക്ക് പലിശ ശതമാനം എത്രയെന്ന് നാട്ടുകാർ പഠിക്കണം. 0.5% ഈ മുതലാളിമാർക്ക് പലിശ. സാധാരണക്കാരുടെ പലിശ എത്രയാ? 8% മുതൽ 18% വരെ. ഇങ്ങനെ 2 പൗരന്മാരെ 2 കടക്കാരെ സൃഷ്ടിക്കുകയാണ് രാജ്യത്തുണ്ടാവുന്നത്. 3.5 ലക്ഷം രൂപ ആയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഓൾറെഡി ആയി. ആ ഓൾറെഡി മര്യാദയ്ക്ക് അടയ്ക്കാൻ സമ്മതിക്കാതെ ആ ബാങ്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് കൊണ്ടുപോകാം. സർക്കാരിൽ അങ്ങനെ നിയമമല്ല. ഇവർ ബാങ്കുകാർ എന്ത് ചെയ്യണം? നമ്മൾ അടയ്ക്കേണ്ട രീതിയിൽ അവർ അടച്ചോട്ടെ. അവരെ കിടപ്പാടമല്ല അവർ ആഗ്രഹിക്കേണ്ടത്. അവരാഗ്രഹിക്കേണ്ടത് എന്താ? അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. അവർ ജനിച്ച മണ്ണാണിത് കേരളത്തില്. ഈ കേരളത്തിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ? ഇങ്ങനത്തെ ഓരോ കുതന്ത്രങ്ങളായിട്ട് എല്ലാ ബാങ്കുകളും നമ്മളെ. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സമരം ആളിപ്പടരുക തന്നെ ചെയ്യുമെന്നതുപോലെ ഈ സമരം ഞങ്ങൾ ആളിപ്പടർത്തുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശിയെടുത്തു എന്നുള്ളത് ശരിയാണ്. എവിടെ മുതലാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും കടക്കണിയിലായതെന്ന് പരിശോധിക്കാനാണില്ല. ഭരണകൂടം അത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല.
ജനങ്ങൾ സമരം വിളിച്ച് അവരുടെ ബാങ്കിലേക്ക് ചെന്നാലോ ബാങ്കേര് വീടുകളിൽ ജപ്തി ചെയ്യാൻ വന്നാൽ അത് തടയുക ചെയ്ത പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നയം ഇപ്പൊ ഗവൺമെന്റ് തുടർന്നിട്ടുണ്ട്. ആ ഒരു നയത്തിനോട് ഒരിക്കലും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് യോജിക്കാനാവില്ല. നിങ്ങൾക്കെടുത്ത കാശിക്കാരം അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഈ സഹകരണ ബാങ്കിൽ നിന്നും കേരള ബാങ്കിലേക്ക് മാറിയതിനു ശേഷം നിങ്ങൾ എത്ര ആളുകളെ കൊള്ളയടിച്ചു, എത്ര ആളുകളുടെ പലിശ നിങ്ങൾ കൊള്ളയടിക്കുന്നു. നിങ്ങളെ പടുകൂറ്റം ബിൽഡിങ്ങുകൾ പരിശോധിക്കുക. ഇതൊന്നും പരിശോധിക്കാതെയും ഒരു സാധാരണക്കാരൻ ഒരു കാറ് വാങ്ങിയതിന്റെ പേരിൽ BPL കാർഡ് വെട്ടിക്കുറക്കുന്ന ഗവൺമെന്റാണ് നമ്മുടെ ഭരണകൂടം. ആരോഗ്യ മേഖല എടുത്തു നോക്കുമ്പോൾ അവരുടെ ശരിയായ ഒരു ചികിത്സാ രീതി പോലും ഗവൺമെന്റ് ആശുപത്രികളിലില്ല. ശരിക്കുള്ള മരുന്നുകളില്ല, ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. മക്കളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ കടമെടുത്ത് ആ കടത്തിൽ നിന്നും പലിശയും കൂട്ടുപലിശയും നിങ്ങൾ കൂട്ടിവെച്ചിട്ട് ജനങ്ങളെ കടക്കടിയിലാക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, ജനവികാരം നിങ്ങൾ നേരിടേണ്ടി വരും. അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ മുന്നിൽ ഒരു അപേക്ഷ തന്നിട്ടുണ്ട്. ആ അപേക്ഷ കേരള ബാങ്ക് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ നഗരം മുഴുവൻ ഞങ്ങളുടെ പ്രവർത്തകർ ആളിപ്പടരുക തന്നെ ചെയ്യും. അതിനൊരു തർക്കവുമില്ല. നിങ്ങൾ എത്ര പോലീസിന് വിന്യസിച്ചാലും എത്ര ഭരണകൂടം ഞങ്ങളെ തടുക്കാൻ തയ്യാറായാലും ഞങ്ങൾ ആടിത്തിമർത്തി നിങ്ങളുടെ മുന്നിൽ വരും. കാരണം ഞങ്ങളുടെ അമ്മമാരെ, ഞങ്ങളുടെ പ്രായം ചെന്നവരെ ഞങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ കൊള്ളയായ പലിശ നിങ്ങൾ അട്ടിമറിച്ചു പോയി. നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സ്റ്റേറ്റ്മെന്റ് പോലും നിങ്ങൾ ആദ്യത്തിൽ കൊടുക്കാൻ തയ്യാറായില്ല? അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉയർത്തിയപ്പോൾ നിങ്ങളുടെ ഒരു കള്ളക്കളികളും നിങ്ങളെ കള്ള രേഖകൾ കൊടുത്ത് സാധാരണ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുമ്പോൾ നിങ്ങൾ ഒന്നോർക്കണം. ഇനി ജനങ്ങളെ വിട്ടികളാക്കാൻ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾ വിട്ടികളാകില്ല. ഒരുപാട് ജനങ്ങൾ വിട്ടികളായി. ഈ കൊറോണ ദുരന്തങ്ങള്, കോവിഡ് മഹാമാരികളും ജനങ്ങൾ ഉണ്ടാക്കിയതല്ല, പ്രകൃതി ദുരന്തങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ഭരണകൂടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അധികം സംസാരിച്ച് നീട്ടിവെക്കുന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ് കേരള ബാങ്കിനോട്, ഞങ്ങളെ പാവങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സഹപ്രവർത്തകർ മുന്നിൽ നിന്ന് തന്നെ ഞങ്ങളെ പാവങ്ങളെ അവരുടെ വീടുകളിൽ താമസിപ്പിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ സമരത്തിന് ഒരുങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിന് എത്ര ജീവൻ കൊടുക്കേണ്ടി വന്നാലും, സമരമുഖത്തിൽ ഞങ്ങൾ ജീവൻ പൊതിഞ്ഞു മരിക്കേണ്ടി വന്നാലും ഈ സമരത്തിൽ നിന്ന് നീതി കണ്ടേ ഞങ്ങൾ മടങ്ങും. സർഫാസി എന്ന കൊലയാളി നിയമം റദ്ദാക്കുന്നത് വരെയും ജനങ്ങളെ പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സാവകാശം കൊടുക്കാൻ കേരള ബാങ്ക് തയ്യാറാവുക. കേരള ബാങ്ക് ഒരു 2 മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ മടങ്ങിപ്പോയി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. ഞങ്ങളൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാവകാശം കൊടുക്കാനുള്ള മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് നിങ്ങൾ അവഗണിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട നിമിഷം നിങ്ങളെ ബാങ്കിന്റെ മുന്നിൽ ഞങ്ങൾ ആളിപ്പടരുന്ന സമരങ്ങൾ ഉയർത്തിക്കാട്ടി ഞങ്ങളുടെ നീതി ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ കോഴിക്കോടിന്റെ മണ്ണിൽ എല്ലാ മക്കളെയും അവരുടെ വീടുകളിൽ താമസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബാങ്കിന്റെ മുന്നിൽ മനുഷ്യച്ചമങ്ങല തീർത്തുകൊണ്ട് സമരം ഞങ്ങൾ ആളിപ്പടർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് വീണ്ടും കേരള ബാങ്കിനോട് പറയുന്നു, പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സാവകാശം കൊടുക്കുക. അതല്ല നിങ്ങൾ വെല്ലുവിളിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഈ സമരം മാണിക്കാനാക്കുക തന്നെ ചെയ്യും എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മറ്റു പലരും സംസാരിക്കാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിച്ചുകൊള്ളു.
17 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഓരോ കുടുംബത്തിന്റെയും ഓരോ ജീവിതത്തിൽ ഒരു എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാവും 3 സെന്റ് സ്ഥലം 5 സെന്റ് സ്ഥലം. അവർ എത്രയോ ആഗ്രഹിച്ചിട്ടാണ് ഒരു വീട് എടുത്തിട്ടുണ്ടാവുക. ആ വീടും ഈ സ്ഥലങ്ങളും ഒരു ദാക്ഷിണ്യവുമില്ലാതെ കേരള ബാങ്കും അതുപോലെ തന്നെ മറ്റുള്ള മൈക്രോ ഫിനാൻസുകളും അതുപോലെ തന്നെ ചോളമംഗലം ഫിനാൻസ് ഇങ്ങനത്തെ ഫിനാൻസുകളൊക്കെ ജപ്തി ചെയ്തു പോകുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ KVM പറ്റില്ല. അതുകൊണ്ട് KVM എന്നും ഇതിനെതിരെ സമരങ്ങളും അതുപോലെ തന്നെ നിരാഹാര സമരങ്ങളും അതുപോലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളും കേരളത്തിൽ കെട്ടയച്ചു വരുന്നതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അടയ്ക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ആരെങ്കിലും ലോൺ എടുത്തോ? നമ്മൾ കൊറോണ വന്നത് നമ്മൾ കാരണമാണോ? ആണോ? അല്ല. കൊറോണ വന്നത് നമ്മൾ കാരണമല്ല. നോട്ട് നിരോധനം കൊണ്ടുവന്നത് നമ്മളല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊറോണയും നോട്ട് നിരോധനം കാരണമാണ് കേരളത്തിലെ 90% ജനങ്ങളും കടക്കാരായത്. അല്ലേ? 90% ജനങ്ങളും കടക്കാരായത് എങ്ങനെയാ? കൊറോണ കാരണമല്ലേ? കൊറോണയോടുകൂടി ഉള്ള വ്യവസായങ്ങൾ തകർന്ന് ഇല്ലേ? ഒരു ജോലിക്ക് പോകാനില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു വീട്ടില് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ലോൺ എടുക്കും. നല്ലൊരു അസുഖം വന്നുവിട്ടാൽ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് സാധാരണ ജനങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ബാങ്കിനെ സമീപിക്കുന്നത്. ബാങ്കിനെ സമീപിച്ചാൽ 4 അഞ്ചോട് തെറ്റിക്കഴിഞ്ഞാൽ ഓവറടി വന്നു കഴിഞ്ഞാൽ ആ ഓവറടി തിരിച്ചടയ്ക്കാനുള്ള ഒരു സാവകാശം പോലും ഒരു ബാങ്കും ഇന്ന് ഇവിടെ കേരളത്തിൽ കൊടുക്കുന്നില്ല. എന്താ കാരണം? സർവാധി എന്ന കൊലയാളി നിയമം. ഈ സർവാധി നിയമം കേരളത്തിന്റെ ഈ മണ്ണിലേക്ക് നമ്മൾ KVM കടക്കണി മോചന മുന്നണി മണ്ണിൽ നിന്ന് അടിച്ചോടിക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യും. സർവാധി എന്ന നിയമം നമുക്ക് വേണ്ട. സർവാധി നിയമം ആർക്കുള്ളതാ? അമേരിക്കൻ കുത്തക കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും സായിപ്പന്മാർക്കുള്ള നിയമമാണ് സർവാധി നിയമം. അത് 2002 ആ നിയമം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഇന്ത്യൻ ഗവൺമെന്റ് പാസാക്കുമ്പോൾ നമ്മളെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും അത് സപ്പോർട്ട് ചെയ്തിരിക്കാണ്. അവരൊന്നും ചിന്തിച്ചില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരുന്നുണ്ട്. 17 ലക്ഷം ജനങ്ങളാണ് ഇന്നും നാളെയായിട്ട് ജപ്തി ചെയ്യാൻ പോകുന്നത്. വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. അവരൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മര്യാദയ്ക്ക് ഒരു വീട്ടിലെ ഒരു ദിവസത്തെ അന്നം വരെ കഴിക്കാൻ ഗതിയില്ലാത്ത കുടുംബങ്ങളാണ് ഇന്ന് കേരളത്തിൽ മിക്കവാറുള്ളത്. ഇത് ആരും ശ്രദ്ധിക്കാൻ, ആരും നോക്കാൻ, ആർക്കാ ഇതിനൊക്കെ നേരം? നമ്മൾ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ പോകണം. ബാങ്ക് ജപ്തി ചെയ്യാൻ വരികയാണെങ്കിൽ ജപ്തി ചെയ്തോട്ടെ. ഇതാണ് ഗവൺമെന്റിന്റെയും മറ്റുള്ളവരുടെയും തീരുമാനം. 2002 വന്ന കൊലയാളി നിയമമാണ് സർവാധി. കള്ളന്മാർക്ക് കൂട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്, കള്ളന്മാർക്ക് വേണ്ടി ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റും മറ്റുള്ള പുറത്തുള്ള ഗവൺമെന്റുകളും എല്ലാവരും കൂടിച്ചേർന്നിട്ടാണ് ഈ സർവാധി നിയമം ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലൂടെ ഇപ്പോൾ ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജപ്തി ഈ സാധാരണ ജനങ്ങൾക്കല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാ. 1000 കോടി 1500 കോടി രൂപ ഓരോ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ട് അവര് ബിൽഡിങ്ങുകളും മാളുകളും കൊടുക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ടാണ് സർവാധി ആക്ട്. ആ സംഘടന നമ്മുടെ സംഘടനയിലുള്ള മെമ്പർമാരോട് ജീവൻ പോയാലും അത് ഞങ്ങൾ ഒരിക്കലും ആ സർവാധി എന്ന നിയമം കേരളത്തിൽ ഞങ്ങൾ ഉടലെടുപ്പിക്കില്ല. അത് എങ്ങനെയും തുടച്ചു നീക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ KVMന് പറയാനുള്ളൂ. അതുപോലെ KVMന്റെ ഇന്നത്തെ പരിപാടി ഇവിടെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ പുറമെ ഇനിയും കുറെ ആൾക്കാർ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.